ശാന്തി. ഒരിക്കൽ യമലോകത്ത് നിന്ന് ഒരു ദേവദൂതനെ ഭൂമിയിലെ ഒരു സ്ത്രീക്ക് സമയമായെന്നും അവരെ കൂട്ടിക്കൊണ്ടു ചെല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞയച്ചു. ആ യമദൂതൻ വരുന്ന സമയത്ത് കാണുന്നത് ഒരു 2 വയസ്സുകാരി കുഞ്ഞ് ഈ അമ്മയുടെ ഒക്കത്തിരിക്കുന്നുണ്ട്. അമ്മേനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഒരു 4 വയസ്സുകാരിയായിട്ടുള്ള മോള്, 6 വയസ്സുകാരിയായിട്ടുള്ളൊരു മോള്, അങ്ങനെ 3 കുട്ടികൾ അമ്മയുടെ 2 വശത്തുനിന്നും അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഈ ഒരു കുഞ്ഞാണെങ്കിൽ അമ്മയോട് ചേർന്ന് ആ സ്ത്രീ വാത്സല്യത്തോടെ ആ കുഞ്ഞിനെ മാറോട് അണക്കി പിടിച്ച് കരച്ചിൽ മാറ്റാൻ വേണ്ടി, ആ കുട്ടികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യം കണ്ടപ്പോൾ അയാൾക്ക് സഹിക്കാനായില്ല. അയാൾ വിചാരിച്ചു, ഇവരുടെ അച്ഛനോ ഇല്ല എന്ന് തോന്നുന്നു കുട്ടികൾക്ക്, വീട്ടിലാണെങ്കിൽ വേറെ ആരുമില്ല. അപ്പം ഞാൻ ഇവരുടെ അമ്മയെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ അവസ്ഥ എന്താവും? എന്തായാലും ഇങ്ങനൊരു കർമ്മം ചെയ്യാൻ എനിക്ക് സാധ്യമല്ല എന്ന് തോന്നി അയാൾ തിരിച്ച് യമലോകത്തേക്ക് ചെന്നു പോലും. യമലോകത്ത് ചെന്നപ്പോൾ യമദൂതൻ പറയുകയാണ്, ഇത്രയ്ക്കും അഹങ്കാരം കാണിച്ച ഈശ്വരൻ്റെ ആജ്ഞ പാലിക്കാതിരുന്ന നീ ഭൂമിയിൽ പോയിക്കൊണ്ട് നിൻ്റെ ശിക്ഷ അനുഭവിച്ച് തിരിച്ചു വരണം. ആ ശിക്ഷയ്ക്കുള്ള മോചനം 3 പ്രാവശ്യം നീ നിന്നെ തന്നെ കളിയാക്കി ചിരിക്കുന്ന അവസരങ്ങൾ വരും. ആ അവസരം വരുമ്പോൾ നിനക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ളതായിട്ടുള്ള സമയമാവെന്ന് പറയും. അങ്ങനെ ശാപം കിട്ടിയ ദേവദൂതൻ ഭൂമിയിൽ വന്ന് വീണു. മഞ്ഞ് പെയ്യുന്നൊരു നാട്. ഭൂമിയിൽ വന്നപ്പോൾ സാധാരണ മനുഷ്യൻ്റെ എല്ലാ രീതിയിലുള്ള തണുപ്പും ചൂടും ഒക്കെ അനുഭവിക്കാൻ തുടങ്ങി. പക്ഷേ വസ്ത്രങ്ങളില്ല. അയാൾ ഭൂമിയിൽ വന്നിട്ട് തണുപ്പ് കൊണ്ട് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂനിക്കൂടിയിരിക്കുകയാണ്. അപ്പോൾ ആ വഴിയിലൂടെ ഒരു പാവപ്പെട്ടതായിരിക്കുന്ന ചെരുപ്പുകുത്തി ആ വഴിയിലൂടെ കടന്നുപോയി. അന്ന് തൻ്റെ മക്കൾക്ക് വേണ്ടിയതായിരിക്കുന്ന ഒരു തണുപ്പിനുള്ളതായിരിക്കുന്ന ചൂട് വസ്ത്രമായിട്ട് നല്ല കോട്ടും കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് അയാൾ പോകുന്നുണ്ടായിരുന്നേ. ഇയാളെ കണ്ടപ്പോൾ വിചാരിച്ചു, ഇയാളുടെ മുഖത്ത് എന്തൊരു തേജസ്സാ, കണ്ടാലൊരു ദേവദൂതനെ പോലെ ഇരിക്കുന്നു. പക്ഷേ ഇതെന്താ ഇങ്ങനെ വിവസ്ത്രനായിട്ട് നിൽക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് ചോദിച്ചു, അങ്ങ് ആരാണ്? എന്തുകൊണ്ടാണ് ഇത്രയും തേജസ്സാർന്ന് അങ്ങ് ഇങ്ങനൊരു വിവസ്ത്രനായിട്ടുള്ള രൂപത്തിൽ നിൽക്കുന്നത് ചോദിച്ചു പോലും. അപ്പോൾ പറയും, ചോദ്യത്തിന് ഉത്തരമൊന്നും എനിക്കിപ്പോൾ പറയാൻ സാധ്യമല്ല, ഞാൻ എൻ്റെ ശിക്ഷ അനുഭവിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ ഇയാൾക്ക് സഹതാപം തോന്നും. അയാൾ വേഗം അയാൾക്ക് വസ്ത്രം കൊടുത്തു, പുതയ്ക്കാൻ അണിയാൻ വേണ്ടിയിട്ട് ചൂട് വസ്ത്രത്തിൻ്റെ കോട്ട് കൊടുത്തു. അങ്ങനെ ആ കമ്പിളിക്കുപ്പായങ്ങളൊക്കെ അണിഞ്ഞ് ഇയാളുടെ വീട്ടിലേക്ക് പോവാൻ എവിടെയില്ല, ചെയ്യാൻ സ്ഥലമില്ല, ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഇയാളെയും കൊണ്ട് ഇയാൾ വീട്ടിലേക്ക് ചെല്ലുക. പോകുമ്പോൾ ഈ ചെരുപ്പ് കുത്തിക്കൊരു വിചാരം ഉണ്ടായിരുന്നു. വീട്ടിൽ കൊണ്ടുപോയ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയ വേഷങ്ങൾ, മക്കളുടെ ഡ്രസ്സ്, മക്കളുടെ സാധനങ്ങളൊക്കെ ഇയാൾക്ക് കൊടുത്തു കഴിഞ്ഞിരിക്കണു. ഇനി ചെല്ലുമ്പോൾ ഭാര്യയ്ക്ക് ദേഷ്യം തോന്നൂ എന്നൊരു പേടിയൊക്കെ മനസ്സിലുണ്ടായി. വിചാരിച്ച പോലെ വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കര ദേഷ്യമായി. എവിടുന്നോ ഉള്ള ഒരാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ മക്കൾക്ക് കിട്ടേണ്ടത് കിട്ടാതായി പോയി എന്നുള്ള ദേഷ്യം ആ സ്ത്രീ മറച്ചു വെച്ചില്ല. കുറച്ച് ഒച്ചയിട്ടു, കുറച്ച് ദേഷ്യപ്പെട്ടു, ഇതൊക്കെ അങ്ങ് പ്രകടിപ്പിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മനസ്സലിഞ്ഞു. ഭർത്താവിനും കൂടെ വന്ന അതിഥിക്കും വേണ്ടിയുള്ള ആഹാരം കൊണ്ടുവന്ന് കൊടുത്തു. ഈ ആഹാരം കൊടുത്തപ്പോൾ ഈ ദേവദൂതൻ അറിയാണ്ട് ഉറക്ക ചിരിച്ചുപോയി. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്കിപ്പം നിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റില്ല, ഞാൻ ശിക്ഷ അനുഭവിക്കുകയാണ്, എനിക്ക് അത്രേ പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ചിരിച്ച കാര്യം എന്തായിരുന്നു അറിയോ? അയാൾ ആരെന്നുള്ള കാര്യം ആ സ്ത്രീക്ക് അറിയില്ല. ആ സ്ത്രീക്ക് തൻ്റെ വീട്ടിൽ വന്ന അതിഥിയുടെ മഹത്വമോ സ്പെഷ്യാലിറ്റിയോ അറിഞ്ഞൂടാ. അറിയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, കാണുന്ന കാര്യത്തിൽ വന്ന നഷ്ടം, സാധനങ്ങൾ കൊണ്ട് അല്പകാലത്തേക്കുണ്ടായ നഷ്ടം മാത്രമേ കാണുന്നുള്ളൂവല്ലോ. ഈ മനുഷ്യന്മാർ വന്ന ആളുടെ മഹത്വം പോലും അറിയുന്നില്ലല്ലോ. അത് ഓർത്തപ്പോഴാണ് അയാൾ ഉറക്ക ചിരിച്ചു പോയത്. അത് കഴിഞ്ഞു മൈക്കു എന്ന് ഇയാൾക്ക് ആ വീട്ടിലെ ആൾക്കാർ പേരിട്ടു. അങ്ങനെ പേരിട്ട് അയാളും ഈ ചെരുപ്പ് കുത്തിയുടെ കൂടെ ചെരുപ്പുണ്ടാക്കുന്ന പണിയിൽ കൂടെ പണി ചെയ്യാനായിട്ട് തുടങ്ങി. ആ വീട്ടിൽ താമസാക്കി. വളരെ പെട്ടെന്ന് ഇയാളുണ്ടാക്കുന്ന ഓരോ ചെരുപ്പിനും ആ നാട്ടിൽ എവിടെയും കാണാൻ പറ്റാത്തത്ര ഒരു ഭംഗിയും ആകർഷണമായിരുന്നു. അതുകൊണ്ട് വളരെ വേഗം ഇയാളുടെ ചെരുപ്പുകളൊക്കെ വിറ്റു പോകാൻ തുടങ്ങി. അങ്ങനെ ഇയാൾ വളരെയധികം സമ്പന്നനായി തീർന്നു. ഒരു ദിവസം രാജാവിൻ്റെ ചെരുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെ പ്രസിദ്ധി അറിഞ്ഞ് ഇയാളുടെ അടുത്ത് കൊണ്ട് കൊടുക്കുകയാണ്. ഈ ചെരുപ്പ് കുത്തിയുടെ അടുത്തൊരു സ്പെഷ്യൽ തുകല് കൊണ്ടു കൊടുത്ത് പറയുകയാണ്, നോക്ക്, ഈ തുകല് അത്യധികം വിശേഷമുള്ള തുകലാണ്, അതുകൊണ്ട് നീ ഈ തുകലിനെ കൊണ്ട് രാജാവിന് വേണ്ട അതിമനോഹരമായ ചെരുപ്പുണ്ടാക്കണം. ഒരിക്കലും വീഴ്ച വരുത്തരുത്. ഇതിൽ രാജാവിൻ്റെയാണ്, സ്പെഷ്യലായിട്ടുള്ള തുകലാണ്. ഇതിലെന്തെങ്കിലും വീഴ്ച വന്നാൽ നീ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുകയാണ്. അപ്പോൾ ഇയാൾ വിചാരിക്കുക, എനിക്ക് എന്തിനു വിഷമിക്കാൻ, മൈക്കും എൻ്റെ വീട്ടിലില്ലേ, അവന് കൊടുത്താൽ പോരെ, അവൻ ഏറ്റവും അതിവിശിഷ്ടമായിട്ട് ഉണ്ടാക്കുന്നറിയാം. തുകല്
മൈക്കൂന് കൊടുത്തു. ഗതികേടെന്ന് പറയട്ടെ, അയാൾ അതുകൊണ്ട് ഉണ്ടാക്കിയപ്പോൾ സ്ലിപ്പറായിരുന്നു, അല്ലാതെ നല്ല ചെരുപ്പായിരുന്നില്ല. ഇത് കണ്ടപ്പോൾ ആ ചെരുപ്പ് കുത്തി ആകെ തലയ്ക്ക് ഇടിവെട്ടേറ്റ പോലെ ഇരുന്നു പോയി. കാര്യം തന്നെ ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് വിഷമിച്ചുകൊണ്ട് അയാൾ നിൽക്കുമ്പോൾ വാതിൽ മുട്ട് കേട്ടു. പോയി തുറന്നപ്പോൾ രാജഭടനാണ്. അയാൾ ചോദിക്കുകയാണ് തുറന്ന വശം, നീ ആ ചെരുപ്പ് കൊണ്ട് ചെരുപ്പുണ്ടാക്കിയിട്ടില്ലല്ലോ, അതിൻ്റെ സ്ലിപ്പർ ഉണ്ടാക്കിയാൽ മതി. കാരണം ആ നാട്ടിൽ മരിച്ച ആളുകളെ കൊണ്ടുപോകുമ്പോൾ കാലിൽ അണിയിക്കാൻ വേണ്ടി മാത്രം അത്ര സ്ലിപ്പർ ഉണ്ടാക്കുന്നത്. രാജാവ് മരിച്ചിരിക്കുന്നു, അതുകൊണ്ട് സ്ലിപ്പർ ഉണ്ടാക്കിയാൽ മതി എന്ന്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ ദേവദൂതൻ ഉറക്കച്ചിരിക്കുകയാണ്. കാരണം ഇതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. എന്ത് നടക്കുന്നോ അതിനുള്ളിൽ തീർച്ചയായിട്ടും ഒരു മംഗളം ഉണ്ടായിരിക്കും. അതിനെ കാണാതെ നടക്കാത്തതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് വിഷമിക്കുന്നവർ മാത്രമാണല്ലോ മനുഷ്യന്മാരെന്ന് വിചാരിച്ചുകൊണ്ട് ഉറക്കച്ചിരിക്കും. അങ്ങനെ ആ ചെരുപ്പ് കൊണ്ടുപോയി രാജാവിനെ അണിയിച്ചു. തിരിച്ചു വന്ന ശേഷം അതുവരെ പറഞ്ഞ എല്ലാ ശകാരത്തിനും ഉപരിയായിക്കൊണ്ട് ഉറക്കെ സങ്കടത്തോട് കൂടിയിട്ട് വന്ന് മാപ്പ് പറയുകയാണ്. ഈ ചെരുപ്പ് കുത്തി നിൻ്റെ കൈകൊണ്ട് എന്ത് സംഭവിച്ചാലും അത് നല്ലതേ സംഭവിക്കൂ എന്ന് പറയും. ആ സമയത്ത് ഒരമ്മയും 3 പെൺമക്കളും വന്ന് വാതിൽ മുട്ടി ഞങ്ങൾക്ക് ചെരുപ്പ് വേണം എന്നാവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇയാൾ നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിലേ ഇയാൾക്ക് മനസ്സിലായി അന്ന് ഏത് അമ്മയുടെ മരണശിക്ഷ വിധിച്ചപ്പോഴാണോ കൊണ്ടുപോവാതിരുന്നത്, അതിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി വന്നത് ആ അമ്മയും 3 മക്കളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇയാൾ ചോദിക്കും ഇതൊക്കെ നിങ്ങളുടെ ആരാന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഈ സ്ത്രീ ചിരിച്ചുകൊണ്ട് പറയുക, ഇപ്പോൾ ഇവരെനിക്കെല്ലാമാണ്, പക്ഷേ ഇവരെൻ്റെ ആരുമല്ല. ഈ കുട്ടികളുടെ അച്ഛനും അമ്മയും മരിച്ചു. അനാഥരായ 3 കുട്ടികളെ കണ്ടപ്പോൾ സഹതാപം കൊണ്ട് ഞാൻ അവരെ ഏറ്റെടുത്തു. പക്ഷെ നല്ല കുട്ടികൾ, ഇന്ന് എൻ്റെ എല്ലാ സമ്പത്തിനും അവകാശികൾ ഇവരാണെന്ന് പറയുക. അപ്പോൾ അയാൾ ഒരിക്കൽ കൂടെ ഉറക്ക ചിരിച്ചു പോയി. കാരണം ഈ കുട്ടികളുടെ അമ്മ എന്ന് ധരിച്ചുകൊണ്ടാണല്ലോ ഇവർ ഞാൻ കൊണ്ടുപോവാതിരുന്നത്, അതുകൊണ്ടല്ലേ എനിക്ക് ശിക്ഷ അനുഭവിക്കാൻ വരേണ്ടി വന്നത്. അപ്പോൾ 3ാമത്തെ പ്രാവശ്യവും അയാൾ ഉറക്ക ചിരിച്ചു പോവുകയാണ്, സ്വയം അവനവൻ്റെ അറിവില്ലായ്മയെ ഓർത്തുകൊണ്ട്. 3ാമത്തെ പ്രാവശ്യം ചിരിച്ചപ്പോൾ അയാളുടെ ശിക്ഷ പൂർത്തിയായി. അപ്പോൾ വീണ്ടും ഈ ചെരുപ്പ് കുത്തിയുടെ ഭാര്യ വന്ന് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉറക്കുറക്കെ ചിരിക്കുമല്ലോ, എന്താ കാര്യം തൊട്ട് പറയുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ എനിക്ക് പറയാൻ സമയമായി. അയാൾ തൻ്റെ കഥയൊക്കെ ചെരുപ്പ് കുത്തിയോടും ഭാര്യയോടും പറയും. തിരിച്ച് യമലോകത്തേക്ക് പോവുകയും ചെയ്യും. കഥ ഇവിടെ തീരും. പക്ഷേ അതിൻ്റെ രഹസ്യം അത് നമ്മുടെ കൂടെയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴൊക്കെ തന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു വിശകലനം നടത്തിക്കൊണ്ട് ഇത് ശരിയല്ല ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരിയും തെറ്റും നിർണ്ണയിക്കുമ്പോൾ നമ്മളെക്കാൾ നന്നായി നമ്മുടെ നന്മ അറിയുന്ന ഈ സൃഷ്ടിയിലെ ഓരോ ജീവികളുടെയും മംഗളം മാത്രം കാക്ഷിക്കുകയും ചെയ്യുന്ന ആ ഭഗവാന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല. ആ തീരുമാനം നമ്മുടെ ഏറ്റവും നല്ല തീരുമാനമായിരിക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കുമ്പോഴും എന്തുകൊണ്ട് എന്തിന് എന്ന് ചോദിച്ച് വിഷമിക്കാതെ എല്ലാം നല്ലതെന്ന് വിചാരിച്ചൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ നമ്മുടെ മനസ്സ് ശാന്താവും, മനസ്സൊന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലെല്ലാം തന്നെ നല്ലതായി വന്നു ചേരുകയും ചെയ്യും. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.